വണ്ടൂർ ടൌണിലെ തരങ്കിണി സിൽവർ ജ്വല്ലറിയുടെ ഭിത്തി തുരന്ന് ഏകദേശം 2 കിലോയോളം വരുന്ന വെള്ളിയാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഡല്ലൂർ എരുമാട് സ്വദേശിയായ ജോസ് മാത്യുവിനെയാണ് എറണാകുളത്ത് ഒളിവിൽ കഴിയുന്നതിനിടെ വണ്ടൂർ പോലീസ് പിടികൂടിയത്. മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയ പ്രതി ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ഭിത്തി ഒരാൾക്ക് കഷ്ടിച്ച് കടന്നുപോകാൻ പാകത്തിൽ തുരന്നാണ് കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് ഷോക്കേസുകളിലുണ്ടായിരുന്ന ഏകദേശം 2 കിലോയോളം തൂക്കം വരുന്ന വെള്ളിയാഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. മോഷണ വിവരം ലഭിച്ചതിനെ തുടർന്ന് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിസിടിവി ദൃശ്യങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ, സാങ്കേതിക വിവരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് എറണാകുളത്ത് നടത്തിയ അന്വേഷണത്തിനിടെ ജോസ് മാത്യുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജോസ് മാത്യുവിനെതിരെ സംസ്ഥാനത്താകെ ഏകദേശം 180ഓളം മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് വണ്ടൂർ പോലീസ് അറിയിച്ചത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് നൌ സ്വന്തം.